നമസ്കാരം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ടിലെ വിഷഫലമായി പറയുന്നത്, ജാഗ്രതയോടുകൂടി ഏറ്റെടുക്കുന്ന പല കാര്യങ്ങൾക്കും പ്രതീക്ഷിച്ച നേട്ടം കുറയും. എന്നാൽ ചില അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിലർക്ക് വളരെ സങ്കീർണമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലാണെങ്കിലോ സുഗമമായിട്ട് നടത്തുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുമെങ്കിലും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഉൽപ്പാദന തോത് വർദ്ധിക്കുന്നത് വഴി വിതരണ മേഖലകൾ വിപുലപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ ഗുണനിലവാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാൻ പരസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുവാനിടയുണ്ട്. അവിചാരിതമായിട്ടുള്ള ചിലർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാനാണ് യോഗമുള്ളത് എന്ന് വരികിൽ, വേറെ ചിലർക്ക് അപ്രതീക്ഷിതമായി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ മേലധികാരി തുടങ്ങി വെച്ചതായിട്ടുള്ള സ്ഥാപനത്തിൽ മറ്റൊരു ഉദ്യോഗം ലഭിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വേർതിരിവോടുകൂടിയതായിട്ടുള്ള ചിലരുടെ സമീപനത്തിൽ, ബന്ധുമിത്രാദികളുടെ സമീപനത്തിൽ മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നത് ഒരു പരിധിവരെ ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരും. ആത്മനിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതാണ്. കഫനാഡീ രോഗപീഠകളൊക്കെ അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിനാൽ ഒരുപക്ഷെ ശസ്ത്രക്രിയ വേണ്ടി വരുവാനിടയുണ്ട്. നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ പൗരാണിക സമ്പ്രദായത്തോടു കൂടിയതായിട്ടുള്ള ചികിത്സാ സമ്പ്രദായവും യോഗാഭ്യാസവും പ്രാണായാമവും ശീലിക്കുന്നതൊക്കെ തന്നെ ഒരു പരിധിവരെ ഈ ദേഹത്തിൻ്റെ അസുഖങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും സ്വന്തം നിലയിൽ നേട്ടമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനും അവിട്ട നക്ഷത്രക്കാരുടെ ഈ 2016 ആണ്ടിലെ അനുഭവഫലമായി പറയുന്നു. നമസ്കാരം.